ഹായ് ഹലോ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക തോരനാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നീടൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി തന്നെ ഇടാൻ മാക്സിമം നോക്കണം, കാരണം എങ്കിൽ മാത്രമേ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ തോരന്. ഇവിടെ കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 10 ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് ഇതേപോലെ വഴണ്ട ശേഷം നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കണം. ഞാൻ മുരിങ്ങയ്ക്ക ഇതിപ്പം നല്ല ക്ലീൻ ചെയ്ത ശേഷം രണ്ടായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മുടെ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർക്കാം. കുറച്ചധികം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതിയെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് തന്നെ കുക്ക് ചെയ്യണം. ആ ടൈമിൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പ് സാധാരണ തോരന് ഉപയോഗിക്കുന്ന അതേ അരപ്പ് തന്നെയാണ്. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് 2 വറ്റൽമുളക് കൂടി ഇതിനോട് ചേർത്ത് അരച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇതൊന്ന് ലിഡ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. മുരിങ്ങയ്ക്ക കുക്കാവുന്ന ടൈമിൽ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇവിടെ മുരിങ്ങയ്ക്ക ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കൈവശം കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഫ്ലേവർ കൂടി മുരിങ്ങയ്ക്ക തോരന് തരും. ഇനി ഇതൊന്ന് അടച്ച് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് വളരെ പെട്ടെന്നും വളരെ സിമ്പിളായിട്ടും മുരിങ്ങയ്ക്ക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ ഫീഡ്ബാക്കും അറിയിക്കണം. ഇത് ചൂട് ചോറിൻ്റെ വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കേ, താങ്ക് യു.